ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ച വന്നെത്തുക. അതായത് 10ാം ഉദയത്തിലൂടെ കടന്നു പോകുന്ന ഈ ആഴ്ച ആദിത്യൻ മേടം രാശിയിൽ, അശ്വതി ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ഇടവത്തിലേക്കും സംക്രമിക്കും. 6-ന് ബുധൻ നീചക്ഷേത്രമായ മീനത്തിൽ തന്നെയാണ്. ശനിയും ചൊവ്വയും മീനം രാശിയിലുണ്ട്. വ്യാഴം മിഥുനത്തിലാണ്. ഒരു ഗ്രഹങ്ങൾക്കും ഇപ്പോൾ യാതൊരു മൗഢ്യാവസ്ഥയുമില്ല. രാഹു കുംഭത്തിൽ ചതയം നക്ഷത്രത്തിലാണ്. കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ തുടരുന്നു. എന്നാൽ ഏപ്രിൽ 20-ന് കേതു മകം നക്ഷത്രത്തിൽ പിൻഗതിയായി സംക്രമിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടരാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ തുടക്കങ്ങൾക്കും വളരെയധികം ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങുവാൻ സാധിക്കും. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും അനുയോജ്യമായ സമയം തന്നെയാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനുള്ള അവസരം ലഭിക്കും. അതുപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരം വന്നു ചേരും. ബിസിനസ് നടത്തുന്ന ആളുകൾക്കും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. ശമ്പള വർധനവിനും പുതിയ വരുമാന മാർഗങ്ങൾക്കും ഭാഗ്യമുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നതാണ്. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. എന്നാൽ ദേഷ്യം നിങ്ങൾ നിയന്ത്രിക്കേണ്ട വാരമാണ്. ചില അനാവശ്യമായ ചെലവുകൾ വന്നു ചേരും. യാത്രകൾക്കുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തലവേദന, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള ആഴ്ച കൂടിയാണ്. ദോഷപരിഹാരത്തിനും ഗുണവർദ്ധനവിനുമായി ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തികമായി ഈ ആഴ്ച വളരെയധികം മെച്ചപ്പെടുന്നതാണ്. ധനവരവ് വർദ്ധിക്കും. അതുപോലെ നിങ്ങളുടെ കർമ്മരംഗത്ത് സ്ഥിരതയും അംഗീകാരവും ലഭിക്കുന്നതാണ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും. അതുപോലെ കടം നൽകിയ പണം തിരികെ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അലയടിക്കുന്നതാണ്. വീട് സംബന്ധമായ ചില ധനച്ചെലവുകൾ നിങ്ങൾക്ക് ഈ ആഴ്ച വന്നു ചേരും. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ അല്പം കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വാരമാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ്. കഴുത്ത് സംബന്ധമായ അസുഖങ്ങളോ അതുമല്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. ചികിത്സകളും ആവശ്യമായി വരുന്ന വാരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവീ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ആശയവിനിമയ ശേഷി ഈ ആഴ്ച മെച്ചപ്പെടും. കർമ്മ മേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയമുണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്ത് ബന്ധങ്ങൾ ശക്തമാകുന്നതാണ്. സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ വന്നു ചേരും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം വളരെയധികം സന്തോഷകരമായി മാറുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും ഈ ആഴ്ച വളരെയധികം ഗുണപ്രദമാണ്. വാഹനം, ഭൂമി, വീട് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കും. അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ധനവരവും ചെലവുകളും നിങ്ങൾക്ക് ഒരുപോലെ ഉണ്ടാകുന്ന കാലമായതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ നിയന്ത്രണം ആവശ്യമാണ്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ വന്നു ചേരാം. വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. നിത്യവും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം,
പൂയം, ആയില്യം എന്നിവ ചേരുന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. ചില കാര്യങ്ങളിൽ വളരെയധികം കാലതാമസം അനുഭവപ്പെടാം. ധനകാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ്. ചെലവുകൾ വർദ്ധിക്കും. നിക്ഷേപങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിൽ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്നത് ഗുണകരമാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ അംഗീകാരം വന്നുചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. അതുപോലെ സന്താനങ്ങളുമായി യോജിച്ചു പോകുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. മാനസികമായ സമ്മർദ്ദവും ഉറക്കക്കുറവും ഉണ്ടാകാം. പ്രത്യേകിച്ചും ശ്വാസമുട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള വാരമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ നിത്യവും ഗണപതി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് അംഗീകാരവും ഉയർച്ചയും വന്നുചേരും. ബിസിനസ്സിൽ നിന്നും വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ധനവരവ് വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ കഴിയുന്ന വാരമാണ്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം കൂടി ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഭൂമി, വീട് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടേണ്ടി വരും. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാൻ ഇടയുള്ള വാരമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ജോലി മേഖലയിൽ വളരെയധികം തിരക്ക് വർദ്ധിക്കും. ധനച്ചെലവുകളും വർദ്ധിക്കുന്നതാണ്. ധനപരമായി നിയന്ത്രിക്കേണ്ട കാലം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാണ്. ഭൂമി, വാഹനം, വീട് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ സർക്കാർ ആനുകൂല്യങ്ങൾ നേടുവാനും കാലതാമസം വന്നുചേരും. വിവാഹ കാര്യങ്ങൾക്കും കാലതാമസം വരുന്നതാണ്. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് ചേർന്ന് പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചതവ്, വീഴ്ച, പൊള്ളൽ എന്നിവ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാനസികമായ സമ്മർദ്ദം വർദ്ധിക്കും. വിശ്രമം ആവശ്യമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ ബാക്കി പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ജോലിയിൽ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. ധനവരവ് ഉണ്ടാകും. അപ്രതീക്ഷിതമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നുചേരും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. നിങ്ങൾക്ക് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വലിയ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. പ്രണയിക്കുന്ന ആളുകൾക്കും ബന്ധം സന്തോഷകരമായി മാറുന്നതാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഭൂമി, വാഹനം, വീട് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനച്ചെലവുകൾ വന്നുചേരും. കഴിവതും മാനസികമായ സമ്മർദ്ദങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക. ഉദരക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവ ചേർന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ വളരെയധികം ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതാണ്. ധനവരവും ചെലവുകളും ഒരുപോലെയാകും. നിയന്ത്രണം വളരെയധികം ആവശ്യമായ കാലമാണ്.
കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കും. ശത്രുശല്യം വർദ്ധിക്കുന്നതാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള വാരം കൂടിയാണ്. നിങ്ങളുടെ മനസ്സമ്മർദ്ദം വർദ്ധിക്കുന്നതിനും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുവാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരും. ആത്മസംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഗുണകരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്പം ശ്രദ്ധ വേണം. നിങ്ങളുടെ പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. രക്തസംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നാഗങ്ങൾക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം ആത്മവിശ്വാസമുയരും. പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും ധൈര്യത്തോടെ എല്ലാവിധ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുവാൻ കഴിയും. ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകും. ഈ ആഴ്ച ധനവരവ് വളരെയധികം വർദ്ധിക്കുന്ന വാരമാണ്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാവിധ കാര്യങ്ങളിലും വന്നു ചേരും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായ കാലമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും ഗുണപ്രദമാണ്. വാഹനം, ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധനച്ചെലവ് വർദ്ധിച്ചു നിൽക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുവാനിടയുണ്ട്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ദൂരദേശ യാത്രകളും വേണ്ടിവരുന്നതാണ്. അഹങ്കാരം കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ചും അച്ഛനമ്മമാരുടെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിത്യവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ധനകാര്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ചെലവുകൾ വർദ്ധിക്കും. ജോലി മേഖലയിൽ സ്ഥിരത നിലനിൽക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. അതുപോലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഭൂമി, വീട്, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന വാരമാണ്. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ബന്ധം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്കും ഈ ആഴ്ച അനുകൂലമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും ഗുണപ്രദമാണ്. പ്രത്യേകിച്ചും കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. അതുപോലെ ബിസിനസ് മേഖലയിലും വളരെയധികം ലാഭവർധനവുണ്ടാകും. ശാരീരികമായി അല്പം ക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. ശ്വാസം മുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിത്യവും ഗണപതി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഉയർച്ചയും വളരെയധികം അംഗീകാരവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ധനവരവ് വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയം ലഭിക്കുന്നതാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ധനം ഇടപാടുകളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. കുടുംബത്ത് അസ്വാരസ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതാണ്. ഭൂമി, വീട് സംബന്ധമായ കാര്യങ്ങളിൽ ധനച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാദേവന് ധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനരാശിക്കാർക്ക് ജോലിയിൽ വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായി പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുവാനായി ആത്മസംയമനം പാലിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. എല്ലാവിധ
എല്ലാവിധ കാര്യങ്ങളിലും ഒരു ആശങ്ക നിലനിൽക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ധനവരവ് ഉണ്ടാകുന്നതിനും ചെലവുകൾ വർദ്ധിക്കുന്നതിനുമുള്ള സാധ്യതയുള്ള വാരമാണ്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായ വാരമാണ്. വീട്, ഭൂമി എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. അച്ഛനമ്മമാരുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. മാനസികമായി ഉണ്ടായിരുന്ന ആശങ്കകൾ കഴിവതും ഒഴിവാക്കുക. ശാരീരിക പ്രശ്നങ്ങൾ വർദ്ധിക്കും. മുറിവുകളോ ചതവുകളോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശനി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.